ഇന്ന് പിശാചിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ആകുന്ന യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി അവർക്ക് തന്നെ മനസ്സിലായി, നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം ഏത് സമയത്ത് ഇത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ ഇങ്ങ് വരും. അതിനകത്തുള്ള നല്ല ശൈത്താന്മാരുണ്ട്, അവരെ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു. നല്ല രാവ് നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ, തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ. കാണുക മാത്രമല്ല, അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവനിരുന്നതും അവന്റെ സീറ്റ് നമ്പരും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റസ് വീഡിയോ ഇടുകയാണ്. ചിന്തിച്ചു നോക്ക്, അവരെക്കാൾ വലിയ കുറ്റവാളി ആരാണ്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അവനേക്കാൾ വലിയ കുറ്റവാളി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ സമൂഹവും എല്ലാ സമുദായവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും അല്ലാഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളായ ആളുകൾക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഖാലൂ. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്. ആരാണ് റസൂലേ മുജാഹിരീങ്ങൾ? ആരാണ് മുജാഹിർ എന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ അയ്യഅമറ റജുലു ബില്ലൈലി അമലാ. രാത്രി സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് മോശപ്പെട്ട തലത്തിൽ പോയി തെറ്റുകൾ ചെയ്യുന്നവനാണ്. വിചാരശാലകളിലേക്ക് പോയി വ്യഭിചരിക്കുന്നവനാണ്. തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നവനാണ്. പാതിരാത്രി സമയത്ത് അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിട്ട് അവൻ നേരം വെളുക്കുമ്പോൾ അവൻ ജനങ്ങളോട് പറയുകയാണ്, ഖദ് അമിൽതുൽ ബാരിഹത കദാ വകദാ. ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ്, ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ്, ഞാൻ ഇന്ന സീരിയൽ ദർശിച്ചവളാണ് എന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്നവരെ, കണ്ട സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ സമൂഹത്തിലുള്ളവർ, എന്റെ സമുദായത്തിലുള്ളവർ സർവർക്കും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. ഈ രീതിയിൽ തെറ്റ് ചെയ്യുന്നവർക്കൊഴികെ, പരസ്യമായി ചെയ്തതാകുന്ന തെറ്റുകൾ വിളിച്ചു പറയുന്നവർക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രാത്രി ചെയ്തതാകുന്ന തെറ്റ് നീയും റബ്ബും മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നീ പരസ്യമാക്കുകയാണ്. ആ തെറ്റ് ജനങ്ങൾക്ക് പ്രചോദനമാകും വിധം വെളിപ്പെടുത്തുകയാണ്. അന്യ പെണ്ണുമായി രാത്രിയെ ശയ്യവലംബിച്ചിട്ട് നേരം വെളുത്തുകൊണ്ട് കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ, ഞാൻ ഇന്നലെ ഭാര്യയുമായി ഈ രീതിയിൽ ബന്ധപ്പെട്ടു എന്നൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടുകാരികളില്ലേ, ഭർത്താക്കന്മാരില്ലേ, നഊദു ബില്ലാഹ്, ഹറാമാണ്, നിഷിദ്ധമാണ്, വലിയ പാതകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്തതാകുന്ന പാതകമാണ്. എത്രയോ സഹോദരിമാർ, എത്രയോ ചെറുപ്പക്കാര് അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തുന്നുണ്ട്. തലേന്ന് രാത്രി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിച്ചതുവരെ നേരം വെളുക്കുമ്പോൾ കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നതായ സഹോദരങ്ങൾ, തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടത് എന്നവരെ പരസ്യമായി കൂട്ടുകാരികളോട് ഫോൺ വിളിച്ച് പറയുന്ന സഹോദരിമാര്, ആദരവായ പ്രവാചകന് പറയുകയാണ്, വെളിപ്പെടുത്തരുതേ, അത് വലിയ പാതകമാണ്, തെറ്റുകുറ്റമാ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെയാ നന്നായത്? റമദാൻ വിട പറയാൻ വേണ്ടി അടുത്തു നിൽക്കുമ്പോ റമദാൻ കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാ ഈ നോമ്പ് നൽകിയത് എന്ന് അല്ലാഹു പറഞ്ഞതിൽ നിന്ന് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചെന്ന് നോക്കി എവിടെയാ നമുക്ക് തഖ്വ വന്നത്? എവിടെയാ നമുക്ക് തഖ്വ വന്നത്? റമദാൻ വരുമ്പോ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്നതോ? റമദാൻ വന്നിട്ടും പാവപ്പെട്ടവന് കണ്ണീരപ്പാതെ നിലകൊള്ളുന്നതോ? റമദാൻ വന്നിട്ട് പോലും നിസ്കാരത്തിന് ശ്രദ്ധ ചെലുത്താതെ നിലകൊള്ളുന്നതോ? റമദാൻ വന്നിട്ടും പള്ളിയുടെ അകത്തലങ്ങളിൽ ഫനായും ഫസാദും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുന്നതോ? എവിടെയാ നമ്മൾ നന്നായത്? എവിടെയാ നമുക്ക് നന്നാവാൻ പറ്റിയിട്ടുള്ളത്? ഒന്ന് ചിന്തിക്ക്. ഈ നോമ്പ് കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായി? ചിലര് കരുതി ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം, വണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്, തടി അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് കുറയ്ക്കാം, ഷുഗർ അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് ക്രമാതീതമാക്കാം, അതിനുവേണ്ടി നോമ്പ് പിടിച്ചു. അവർക്ക് ആ നീയത്തുണ്ടാവും. എന്നിട്ട് തന്നെ ഇപ്പൊ തൂക്കി നോക്കിയപ്പോ 5 കിലോ കൂടുതലുണ്ട് ചിലർക്ക്. കാരണം റമദാനി നല്ല സമൂസായും കരിച്ചതും മരിച്ചതും ഒക്കെ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിച്ച് ഹലാക്ക് 5 കിലോ കൂടി. അല്ലാഹു മലക്കാക്കണം. നമ്മുടെ അവസ്ഥ. അവിടെയാണ് സഹോദരങ്ങളെ മാറ്റം. നോമ്പ് കൊണ്ട് മാറ്റമുണ്ടായ ഒരു വനിതയുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബീവി മറിയം റളിയല്ലാഹു അൻഹ. ഭയങ്കര ചരിത്രമാണ് അവർ. നോമ്പ് പിടിച്ചുകൊണ്ട് മാറ്റമുണ്ടാക്കിയെടുത്തൊരു മഹതിയാണ് അവർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. പരിശുദ്ധമായ ഖുർആനിൽ 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അല്ലാഹു നൽകി, സൂറത്തു മറിയം. മറിയം എന്ന പേരിൽ ഒരു സൂറത്ത് റളിയല്ലാഹു അൻഹ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ഈസാ നബിയുടെ ഉമ്മയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെക്കണമെങ്കിൽ ആ പെണ്ണ് നിസാരമായ പെണ്ണല്ല. സൂറത്തു ആയിഷ, സൂറത്തു ഖദീജ എന്നൊരു പേരില്ലല്ലോ ഖുർആനിൽ. ശ്രദ്ധിക്കണം. സൂറത്തു മറിയം ഇതൊരു സാധാരണ പെണ്ണല്ല, ഒരു പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂക്തം തന്നെ അല്ലാഹു വെച്ചിരിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയം. മറിയം നബിയെ കുറിച്ച് നബിയെ തങ്ങൾ ഓർമ്മപ്പെടുത്തണേ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, അവരെ അനുസ്മരിക്കണം, അനുസ്മരണ പ്രഭാഷണം നടത്തണം. ആരുടേത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ മദ്ഹ് പറയും ഖുർആനിൽ അങ്ങനെ ചിലരുടെ പറഞ്ഞിട്ടുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പലരുടെയും സ്മരിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ ആളുകളാണ്. അതുകൊണ്ടാണ് നിൽക്കട്ടെ. ഇവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരാത്? ബൈത്തുൽ മുഖദ്ദസിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അതിന്റെ പരിസരത്തിൽ, ലബനാനിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ ഖതീബായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അവരുടേതാകുന്ന ഭാര്യയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഇമ്രാൻ ഹന്നത്ത് ബീവി ദമ്പതികൾ മക്കളില്ലാതെ വിഷമിച്ചു. അവസാനം അവർ ദുആ ചെയ്തു. ഹന്നത്ത് ബീവി നേർച്ച നേർന്നു, അല്ലാഹുവേ എനിക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കുട്ടി എന്ത് ചെയ്യാം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ നേർച്ച നേർന്നേക്കാം. മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ പള്ളി. 3 പള്ളികളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പള്ളികളിലേക്ക് യാത്ര ചെയ്യൽ പുണ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി
ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, കഅബ. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ കഅബ സ്ഥിതി ചെയ്യുന്ന പള്ളി പോകലും അവിടെ നിസ്കരിക്കലും വളരെ പുണ്യമാണ്. അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും. അവിടെ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പള്ളി, പ്രവാചകരുടെ പള്ളി, മദീന പള്ളി. ആ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഹറമും മസ്ജിദുൽ അഖ്സയും അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലോകത്ത് എവിടെ നീ 10,000 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ കൂലി നിനക്ക് കിട്ടും മസ്ജിദുൻ നബവിയിൽ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. മദീന പള്ളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ 4 റക്അത്ത് അസർ നിസ്കരിച്ച് കഴിയുമ്പോൾ 40,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. അവിടെ ഒരു അസറിന്, അവിടെ ഒരു ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചാൽ 40,000. മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ 4,00,000. 4 റക്അത്ത് കഴിയുമ്പോൾ എത്രയായി? 4,00,000. അതുകൊണ്ടാണ് പരമാവധി അവിടെ പോകുമ്പോൾ ഇമാമും ജമാഅത്ത് ശ്രദ്ധിക്കുക. ഉസ്താദുമാർ, അമീർമാര് പറയുന്നത് മുട്ടിന് തേയ്മാന ഉസ്താദ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക, ഉച്ചയ്ക്ക് പോകാൻ മേല, ചൂടാ ഉസ്താദ് എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഒരുപക്ഷെ റൂം നമ്മുടെ ഹറമിനുള്ളിലായിരിക്കാം, ഈ പറഞ്ഞ കൂലി കരഗതമാകും. എങ്കിൽ പോലും പള്ളിയിൽ പോയി ആ ജമാഅത്തിന് കിട്ടുന്ന കൂലി സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. എത്ര റക്അത്താണ്? 1000. ഈ 3 പള്ളി പോലും കാണലും നിസ്കരിക്കലും ബറക്കത്തെടുക്കലും ഒക്കെ പുണ്യമാണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു അതൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപക്ഷെ മക്കയിലും മദീനയിലൊക്കെ പോയവരുണ്ടാകും, അല്ലേ? ഇല്ലല്ലേ? ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട്? അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. മസ്ജിദുൽ അഖ്സയിൽ പോകാൻ ചിലപ്പോൾ ഇനി ഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല. പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാവിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മസ്ജിദുൽ അഖ്സയിലേക്ക് അടക്കം ഞങ്ങളെ എല്ലാ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലും മസ്ജിദുൻ നബവിയിലും പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഒന്ന് കാണാനും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ പരിസരത്താണ് ഈ ചരിത്ര ഇതിവൃത്തം. ഹന്നത്ത് ബീവി ഇമ്രാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവിടുത്തെ ഖതീബിന്റെ ഭാര്യ, അവര് നേർച്ച നേർന്നു. മക്കളില്ലല്ലോ. അല്ലാഹു എനിക്കൊരു കുട്ടി ഉണ്ടാകണമെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ അവിടുത്തെ പരിപാലനത്തിന് അയക്കാമെന്ന് നേർച്ച നേർന്നു. സൂറത്തു ആലി ഇമ്രാൻ ആ നേർച്ച നേരൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ മഹദി അവர்கள் നേർച്ച നേരുകയാണ്. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ളതാകുന്ന കുട്ടിയെ മസ്ജിദുൽ അഖ്സയുടെ പരിപാലനത്തിന് ഞാനിതാ നേർച്ച നേരുന്നു. അല്ലാഹ് നേർച്ച നേർന്നു. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ വദഅത്ഹാ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അത് പെണ്ണാണ്. പെണ്ണിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കൽ പാടില്ലല്ലോ. ഉടനെ തന്നെ മഹദി അവர்கள் പറഞ്ഞു, ഇന്നി വദഅതുഹാ ഉൻസാ. അല്ലാഹുവേ, ഞാൻ പ്രസവിച്ചത് പെണ്ണിനെയാണല്ലോ അല്ലാഹ്, പെണ്ണിനെയാണല്ലോ അല്ലാഹ്. ആ ഒറ്റ വാക്കിന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പെണ്ണുങ്ങൾ പള്ളിയിൽ പോലെ നല്ലതല്ല. അല്ലെങ്കിൽ അവിടെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ആ മഫ്ഹൂമ് മുഖാലഫ എന്താണ് അതിൽ നിന്ന് ഉള്ളടക്കം എന്താണ്? കാരണം പെണ്ണാണ് പ്രസവിച്ചു വീണെന്ന് പറഞ്ഞപ്പോ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പറഞ്ഞു, അല്ലാഹു ഇന്നി വദഅതുഹാ ഉൻസാ. അടച്ചവനെ, ഞാൻ പെണ്ണിനെയാണല്ലോ പ്രസവിച്ചത് എന്ന് ഉമ്മ തന്നെ പറഞ്ഞു. എന്താ കാരണം? ബൈത്തുൽ മുഖദ്ദസിലെ പരിപാലനത്തിന് പള്ളിയിലേക്ക് ആണുങ്ങൾക്കിടയിലേക്ക് ഈ പെണ്ണിനെ വിടാൻ പറ്റുമോ? ആണുങ്ങളല്ലേ പള്ളിയിൽ പോകുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നവർ ആദ്യം ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
والله أعلم بما وضعت وليس الذكر كالأنثى പുരുഷനെ പോലെ ആകില്ലല്ലോ അല്ലാഹുവേ പെണ്ണ്. വൈന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഇവൾക്ക് മറിയം എന്ന പേര് വെക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, ഹന്നത്ത് ബീവി പേര് വെച്ചു കുട്ടിക്ക് മറിയം എന്ന് പേര് വെച്ചു. മറിയം എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ആബിദ എന്നാണ്, ആരാധന കൃത്യമായി നിർവഹിക്കുന്നവർ. ആബിദ. ഇന്നും സഹോദരിമാർക്ക് അങ്ങനെ പേരിടുന്നവരുണ്ട്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. നല്ല നല്ല പേര് മക്കൾക്ക് ഇടണം, എങ്കിലേ മക്കൾ അതിനനുസരിച്ച് റാഹത്താവുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ ബി അസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ അസ്മാഅകും. നിങ്ങളെ നിങ്ങളുടെ മാതാപിതാവിന്റെ പേര് ചേർത്തുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ വിളിക്കുക. ഇന്നാലിന്ന മനുഷ്യന്റെ മകനെ വാപ്പയുടെ പേരിനോട് മകന്റെ പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക. അതുകൊണ്ട് ഫഹസിനു അസ്മാഅകും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകനെ പറയുകയാണ്. വഇന്ന അഹബ്ബൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹി വ അബ്ദുർ റഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ല എന്ന നാമം, അബ്ദുർ റഹ്മാൻ എന്ന നാമമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നർത്ഥം വരുന്ന ഈ നാമങ്ങൾ അതൊക്കെ കുറവാ. നല്ല പേരൊന്നും ഇടുന്നവർ വളരെ കുറവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ല പേരിടണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പാപ്പാടെ പേരിന്റെ തുടക്കം ഉമ്മാടെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം കൂടി ചേർത്തിട്ടൊക്കെ ഇന്ന് പേരിടുന്നു. അങ്ങനെ ആയ വലിയ പ്രശ്നമാണ്. പാപ്പാടെ പേര് മൂസാന്നും ഉമ്മാടെ പേര് സനൂജാന്നും പേരിട്ടപ്പോ സമൂസാന്നായി. മൂസായും കൂട്ടി ഇപ്പുറത്തുനിന്ന് സായും എടുത്തു. അങ്ങനെയൊന്നും പേരിടാൻ പാടില്ല. ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പേരിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ആകാൻ പാടില്ല. നല്ല പേരിടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പേരുകൊണ്ട് നാളെ വിളിക്കുക, നാളെ മഹ്ശറയിൽ വിളിക്കും. സാനിയ എന്നുള്ള പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. സീനാണെങ്കിലും കുഴപ്പമില്ല, സാനിയ എന്നാണെങ്കിലും കുഴപ്പമില്ല. ഉണ്ട്, ആണെങ്കിൽ വ്യഭിചാരി എന്നാണ് അർത്ഥം, വേശ്യ എന്നാണ് അർത്ഥം. നമ്മളെ അർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സാനിയ മോളെ എന്നാ വിളിക്കുന്നത്, വേശ്യ മോളെ എന്ന അർത്ഥം വരും. അല്ലാഹു നമ്മളെ കാക്കണം. ഓരോ നമ്മൾ അക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേരിടാൻ. ചുമ്മാ ആരുടെയെങ്കിലും പേര് ഇന്നവന്റെ പേരിട്ടുണ്ട്, ദുൽഖർ സൽമാൻ എന്നിട്ടപ്പോ പിന്നെ അള്ളാഹ് എല്ലാവരും ഇപ്പൊ അതിട്ടുണ്ട്. നല്ല പേരാണ്, കേൾക്കുമ്പോൾ നല്ല ഇമ്പമല്ലേ, അത് നല്ലൊരു പേരാണ്. എങ്കിലും ഓരോരുത്തർ ശ്രദ്ധിക്കണം, നമ്മൾ പേര് നന്നാക്കിയിടണം, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. നിൽക്കട്ടെ. മറിയം ബിയുടെ പേരിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ആബിദ, നല്ല ആരാധന നിർവഹിക്കുന്നവർ. എന്നിട്ട് ആ ഉമ്മ ചെയ്തൊരു പരിപാടിയുണ്ട്. എന്ത്? വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക വദുരിയതാ മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്, ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. ഈ ആയത്ത് ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ മക്കൾ ജനിച്ചാൽ വലത് കാതിൽ ഭാഗം ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ ആയത്ത് കൂടി ഓതണം, സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം തന്നെ ബാങ്ക് കേൾപ്പിക്കേണ്ടത്. കുട്ടി ജനിച്ച് ആദ്യം ബാങ്ക് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ, ഫാസ്റ്റിലെ തന്നെ അത് കേൾപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സമയം വൈകി. ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ, അപ്പൊ നല്ല ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്താ, കുട്ടിയും അടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ അല്ലാഹു അക്ബർ എന്ന് പതുക്കെന്ന് പറഞ്ഞേക്കണം. ആദ്യം ആ വാക്കം കേട്ടോട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. അശുദ്ധി ആയിരിക്കാം, പക്ഷെ അത് പ്രശ്നമല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അവർക്ക് ആഫിയത്തുണ്ടെങ്കിലായി പറഞ്ഞത്. എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും, ഭയങ്കര വാങ്ങു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ലേബർ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും, ഗേറ്റ് ഔട്ട്. അങ്ങനെയൊന്നും അല്ലത്. അതൊക്കെ ഒരു ശബ്ദത്തിൽ കഴിയുമെങ്കിൽ ആ പറഞ്ഞത്.
ചെറിയൊരു കാരണം ഇതിന് ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വചനം അങ്ങ് കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി പിന്നെ വാപ്പ വെളിയിൽ പണ്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് കാത്തിരിക്കുക, ബാങ്ക് വിളിക്കുക, റെഡിയായി നാത്തിക്കുക. എല്ലാവരും അല്ല, ചിലർ ടെൻഷൻ അടിച്ചിട്ടാന്ന് പറയുന്നത്. 3 പാക്കറ്റ് സിഗരറ്റ് തീർത്തു. ആയത്തുൽ കുർസി ഓതണ്ടേ? ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്ത് ഓതണം? ഗർഭം ധരിച്ച പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാൻ ആയത്തുൽ കുർസി ഓതണം. പിശാച് വരുത്തേയില്ല. പിശാച് വരാതിരുന്ന പ്രസവം എളുപ്പവും, ഓപ്പറേഷനിലേക്ക് പോകൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലമ്മാ ദനത് വിലാദതുഹാ, ഫാത്തിമ ബീബി വേദന കൊണ്ട് പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോ ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഫാത്തിമ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് ഓതണേ. ഇങ്ങനെ ഓതുക ആയത്തുൽ കുർസി. ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കാം. പിശാച് അടുത്തോട്ട് വരൂല, റാഹത്തായിട്ട് പ്രസവിക്കാൻ പറ്റും. അതിനൊരു പൊടിക്കൈ പറഞ്ഞതാണ്. അതുപോലെ സൂറത്തുൽ ഇൻശിഖാഖ് പ്രസവ സമയത്ത് ഓതുക. സൂറത്തുൽ ഇൻശിഖാഖ് സഹോദരിമാരുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പറയുമ്പോൾ ഇൽമ് ജനങ്ങൾക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇൻശിഖാഖ്, ഇദസ്സമാഉ ശഖ്ഖത് വഅദ്നത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅദ്നത് ലിറബ്ബിഹാ വഹുഖത്. ഈ 5 ആയത്ത് ഓതുക. റാഹത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പ്രസവത്തിന്റെ സമയത്ത് ഭർത്താവ് വെളിയിരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുക സൂറത്ത്. ഇതൊന്നുമില്ല, വേറെ ഹാലിലാണ്. മസാല ദോശ വാങ്ങി കഴിക്കുകയാണ്. പുള്ളിയോടെ പോയിരുന്നത് അവിടെ ഉണ്ടാവണം, സ്ഥലത്ത് അവിടെ തന്നെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടാകണം. ആദ്യം ബാങ്ക് കൊടുക്ക്, കാമത്ത് കൊടുക്ക്, ഈ ആയത്ത് ഓതി കൊടുക്ക്. ഏത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇത് നമ്മൾ അരമണിക്കൂർ പള്ളിയിലെ ഉസ്താദിനെ തപ്പി ഇവിടെ വരുമ്പോഴത്തേക്ക് കയറേണ്ട ശൈത്താനൊക്കെ കയറി കഴിഞ്ഞു. അല്ലാഹു ആക്കട്ടെ. ആദ്യം ഇത് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ. അതാണ് മനസ്സിലായില്ലേ? മക്കളെ സാലിഹാകാനുള്ള വഴിയായി പറഞ്ഞത്. ഇത് അങ്ങോട്ട് ആദ്യം ചെയ്ത പണി റാഹത്താണ്. അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം? അഊദും ബിസ്മിയും വേണം. ഹദീസാണത്. ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ. إذا جامع الرجل مع امرأته بغير اسم الله, അല്ലാഹുവിന്റെ നാമം കൂടാതെ അഥവാ ഊദും ബിസ്മിയും ചൊല്ലാതെ ഒരു വ്യക്തിയൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു, അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇൻതവ യന്തവി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഫയുജാമിഉ മഅഹാ, നീ അഊദും ബിസ്മിയും ചൊല്ലാതെയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ അവിടെ ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിശാചാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ദ്വാരങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ പിശാച് ഉള്ളിലേക്ക് കയറും. കയറാതിരിക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത്. ഇതൊക്കെ ഹദീസാണ്. ഇതൊക്കെ മുഅ്മിനിന് 1 കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ എത്തുമ്പോൾ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുക്കം അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം നിന്റെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം. നിന്റെ തൊട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല. ഒരു പുരുഷന് അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ മടക്കി കുത്തിയിട്ടാണ് നടക്കുന്നത്. റമദാൻ മുഴുവൻ അങ്ങനെ നടന്നു. ഇനി താഴ്ത്തിയിട്ടെങ്കിലോ മനസ്സിലാക്കണം. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഔദു ചൊല്ലണം. വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. കാരണം 2 പിശാച് ഇവിടെ ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വേറൊരിടത്തും ആൺപിശാച് പെൺപിശാചിനെ തൊട്ടും കാവൽ തേട്ടയില്ല. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില സ്ത്രീകൾ കണ്ടില്ലേ, ബാത്റൂമിൽ കയറിയ 3.5 മണിക്കൂറാണ്, കുളിക്കാൻ കയറിയതാണ്. അല്ലാഹു കുളിയ ഇറങ്ങൂല. കുറേ നേരം
മണിക്കൂറുകളാണ്. പൈശാചികത ഉപദ്രവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത്. ചിലർക്ക് വസ്വാസാൻ ആദ്യം ഭിത്തി മുഴുവൻ കഴുകി തേച്ചൊരച്ച് കഴുകിയിട്ട് ഇറങ്ങുള്ളൂ. ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോൾ അറിയാൻ പറ്റും വെള്ളം മുഴുവൻ ടാങ്കിൽ തീർന്നിട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു, നേരത്തെ ശ്രദ്ധിക്കേണ്ട പണിയാണ്. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുതൽ അവിടെ മുതലല്ലേ നിങ്ങൾ പരമാവധി നേർച്ച നേരാതിരിക്കുക. നേർച്ച നേർന്നാൽ അതെന്താണ്? അത് വീട്ടും വേണം. കാണുന്നതിനൊക്കെ നേർച്ച. ഭർത്താവിനെ കൊണ്ട് വിമാപ്പള്ളിയുടെ മുന്നിൽ ഇരുത്തി തല മുട്ടയടിച്ചേക്കാം. എങ്ങനെയാണ് നേർച്ച? പാവം പിടിച്ചവനെ ഇടങ്ങേറും, മൂപ്പറ തല മുട്ടയടിച്ചേക്കാം. ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ നേർച്ച ഉമ്മമാര് കാണുന്നതിനൊക്കെ തൊട്ടയിലും പിടിച്ചതിന് നേർച്ച നേരാ. അങ്ങനെ ആവശ്യമില്ലാത്ത നേരണ്ട. നമുക്ക് കഴിവാകുന്നതും പറ്റുന്നതും ഒക്കെ നമ്മൾ ഒരു 10 ദിവസം നോമ്പ് പിടിക്കാൻ നേർച്ച തരികയാണെങ്കിൽ ഒക്കെ അത് പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അത് തന്നെ ഉടായ്പാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വിട്ടു. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പള്ളിയിൽ കൊണ്ടുപോയിട്ടു. പള്ളിയിൽ അന്നത്തെ ചീഫ് ഇമാമാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. അവിടുത്തെ മെയിൻ ഇമാമാരാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളാണ് ഹന്നത്ത് ബീവി. ബന്ധമുണ്ട്. നേരെ പെങ്ങളല്ല, അല്ലാതെ അടുത്ത വകയിലുള്ള ബന്ധമാണ്, പെങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുവന്ന് അയച്ചു. എന്നിട്ട് പറഞ്ഞതാ ഇവിടെ നോക്കിക്കോണോന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഏറ്റെടുത്തു. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് പറ്റത്തില്ല, ഞങ്ങളുടെ ഖത്തീബിന്റെ മോളല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ അത് ബന്ധപ്പെട്ടതാ, ഞങ്ങൾക്കും കൂടെ നോക്കണം, ഞങ്ങൾക്കും കൂടെ അതിൽ ചെലവ് കൊടുക്കണം, അതിന്റെ കഫാലത്ത് ഞങ്ങൾ കൂടി തരണം. കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി രംഗത്ത് വരുന്നത് ഈ ഒരൊറ്റ മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെ. കഫാലത്ത് എന്ന് പറഞ്ഞാ ഏറ്റെടുക്കുക, അവരുടെ ചെലവ് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു. 28 പേര് കടന്നു വന്നു. 28 പേര് വന്നിട്ട് പറഞ്ഞ് ഒറ്റ കുട്ടിയുടെ കാര്യത്തിലേ പറഞ്ഞേട്ടോ, ഒറ്റ കുട്ടിയുടെ ചെലവേറ്റെടുക്കാൻ എത്ര പേര് വന്ന്? 28 പേര് വന്നു. ഇവിടെ ഇനി മുത്തല്ലിങ്ങളെ ഇപ്പൊ ചോദിക്കും, അപ്പൊ ഒരേ കുട്ടിയുടെ പേര് 28 പേര് വരുമെന്ന്. 28 പേര് ഒരാൾക്ക് ചെലവ് കൊടുക്കാം, പള്ളിയുടെ ചെലവ് കൊടുക്കാം, ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കാൻ വേണ്ടി 28 പേര് കയറി വരികയാണ്. ചിന്തിക്കണം, ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്, കെട്ടുകഥയല്ല, ഖുർആൻ പറഞ്ഞതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വിട്ടുതരൂല, എന്റെ ബന്ധുവും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും മറിയം ബീവി വിട്ടുതരൂല, എനിക്കും നോക്കണം. അപ്പൊ 29 എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞ കുട്ടിയെ ഞാൻ ചെലവ് കൊടുക്കാം, എല്ലാവരും കൂടി ചെലവ് കൊടുക്കാൻ. കുട്ടി ഒറ്റയ്ക്ക് എന്നിട്ട് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇടങ്ങേറാവൂല. അവ പറയും നമുക്കെന്നാ നറുക്കിടാം. ഇസ്ലാമിൽ ആദ്യമായി നറുക്കിടുന്ന പരിപാടി തുടങ്ങുക. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരുടെയും പേനയും എടുക്കാൻ പറഞ്ഞു. എല്ലാവരും പേന കൈക്ക് പിടിച്ചോ? ആ പിടിച്ചു. പ്ലാസ്റ്റിക് പേന ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, അതൊന്നും ഇല്ല, എന്നാ നല്ല കനമുള്ള പേന. എന്നിട്ട് എല്ലാവരും നദിയുടെ തീരത്ത് വന്നിട്ട് ബിസ്മില്ലാഹി അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. നദിയിലേക്ക് ഇറങ്ങി. ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോറ്റാനുള്ള അനുവാദമുണ്ട്. കഫാലത്ത് അവർക്കാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമും കൂടെയുള്ളതാകുന്ന ബാക്കിയുള്ള 28 പേരും 29 പേര് ടോട്ടൽ എല്ലാവരും വന്നു. നേരെ പേന കയ്യിലെടുത്തു, ബിസ്മില്ലാഹ് എല്ലാവരുടെയും അങ്ങോട്ട് ഇട്ടു. തിരിച്ചു കയറി വന്നത് ആരുടെ മാത്രം? സക്കരിയ നബി